ഹായ് ഗണേഷ്, കഴിഞ്ഞോ? കഴിഞ്ഞു. ഷൺമുഖത്തിൻ്റെ ഇപ്പം എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? 10 ദിവസത്തിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. കണ്ടോ? താങ്ക്സ് ഡാ, ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയും വലിയൊരു സഹായം ചെയ്തില്ലേ. വിട്ടേക്കടാ, ഇതൊക്കെ ഒരു സഹായമല്ലടാ, എല്ലാം നിനക്ക് വേണ്ടിയല്ലേ ചെയ്തത്. ശരി, സഹായം ചോദിച്ച് ഒരു ലേഡിയോടെ വെയിറ്റ് ചെയ്യുക. ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാം. പിന്നെ ഇവരെ പോലെ ഇനി ആരൊക്കെ കഷ്ടപ്പെടുന്നുവോ ഒന്നും ആലോചിക്കാതെ എൻ്റെ അടുത്ത് കാര്യം ചെയ്യും. എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെടാ, ശരി. ഷൺമുഖ എങ്ങനെയുണ്ട് ഇപ്പോ? പറയേ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും പേടിക്കണ്ട. ഇനിയൊരു 10 ദിവസം കഴിഞ്ഞോട്ടെ, പഴയ പോലെ ഓടിച്ചാടി നടക്കും. സാറേ, ഞാനെങ്ങനെ ഈ ഉപകാരത്തിന് നന്ദി. ഇതൊന്നും മനുഷ്യന്റെ കയ്യിലല്ല ഷൺമുഖ, എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നന്നായി പ്രാർത്ഥിച്ചോളൂ. നില, നന്നായി ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ നോക്കിക്കോളാം. റൂം ക്ലീൻ ചെയ്യണം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമോ? പിന്നെ മദ്രാസിൽ ഞങ്ങളൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ടൊന്ന് പോകണം. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചോളൂ. ക്യാഷ് എന്തെങ്കിലും വേണോ? വേണ്ട. ഇതുവരെ നിങ്ങൾ എനിക്ക് ചെയ്ത സഹായങ്ങൾ എൻ്റെ ജീവനുള്ളതുവരെ ഞാൻ മറക്കില്ല. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നോടും ക്ഷമിക്ക്. നിനക്ക് കല്യാണം ആയ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ കണക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. എന്തോ ഒരു ഇഷ്ടം ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പായി മാറി. എന്നാ ഞാനങ്ങോട്ട്. വ്യഭിചാര സുന്ദരികൾ പിടിയിൽ. ഒരു ലുക്കില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിലും ഈ പത്രക്കാരതിനെ സുന്ദരികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താ കാര്യം? അതാണ് പത്രധർമ്മം എന്ന് പറയുന്നത്. അവര് സുന്ദരികൾ എന്ന് പറയുന്നതുകൊണ്ടാ നമ്മുടെ കച്ചവടം പൊടി പിടിക്കുന്നത്. എടി, നീ ഇനിയും പുറപ്പെട്ടില്ലേ? പാർട്ടി അവിടെ വെയിറ്റ് ചെയ്യല്ലേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ വരാൻ പറഞ്ഞു ചേച്ചി. ഓ, അത് ശരി. ചേച്ചി, വേറൊരു കാര്യം. ഇന്ന് മുതൽ ലോറികൾ പണിമുടക്കി. എന്താടാ പറയുന്നേ? അതിലെഴുതിയുണ്ട്. ചേച്ചി പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്കും വന്നല്ലോ. വാ വാ, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ലോറി ഓടിയില്ലെങ്കിലേ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ ഓർമ്മ വരുമല്ലേ? ശരി, പോട്ടെ, എല്ലാം നമ്മുടെ ആളായി പോയില്ലേ. എന്താ എല്ലാരും കൂടി ഒന്നിച്ചിങ്ങോട്ട് ഇറങ്ങിയേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി, അതുകൊണ്ടാ കുറച്ച് പൈസ വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ലോറിയൊക്കെ സ്ട്രൈക്ക് അല്ലേ, ചേച്ചിക്ക് അറിയാലോ. ഞങ്ങൾക്ക് ചേച്ചിയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ സഹായത്തിന് വരാൻ? ശരി ഗോദാവരി, എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്ക്. ദേ, 10 പൈസയാ പലിശ. പിന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് വരണം, മനസ്സിലായല്ലോ? ശരി ചേച്ചി. എടി മോളെ, നിനക്ക് നല്ല ചങ്കൂറ്റം അടി. എങ്ങനെയോ നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചല്ലോ നീ. ഇപ്പോഴാ ഒന്ന് ഭേദമായത്. ഉടനെ ബീഡി വലിക്കാൻ തുടങ്ങിയോ? അതെടുത്ത് കളാ.
നില എവിടെയായിരുന്നു? ഹൈവേയിൽ കാണാറില്ലല്ലോ. ഒരു പാർട്ടി വന്നിട്ടുണ്ട്, 2000 രൂപ. വരുമോ? ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല. നിന്റെ ജോലിയല്ലേ അത്? അപ്പോ KPR ചേച്ചി പറഞ്ഞാ വരുമോ? ആര് പറഞ്ഞാലും എങ്ങോട്ട് വിളിച്ചാലും ഞാൻ ഇനി വരില്ല. ആ നില എന്നേ ചത്തു. വാ ഷൺമുഖ, പോകാം. ഓ, ഇപ്പൊ പുതിയ സെറ്റപ്പാ തോന്നുന്നു. ഇവനായിരിക്കും ആള്. ചേട്ടാ, 2 പേർക്ക് ഇഡ്ഡലി. ആ, ചേട്ടാ എനിക്ക് പൂരി മതി. ഇപ്പോഴാ ഓപ്പറേഷൻ കഴിഞ്ഞത്. എണ്ണയുള്ളതൊന്നും കഴിക്കരുത്. ചേട്ടാ, ഇഡ്ഡലി മതി. അത് പിന്നെ കൊച്ചിന് നല്ല വിശപ്പുണ്ട്. പോയി 4 ഇഡ്ഡലി വാങ്ങിച്ചോണ്ട് വരാൻ ആ നോക്ക്. ശരി ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. വയറ് നിറച്ച് എടോ, 4 ഇഡ്ഡലി പാഴ്സൽ ചെയ്തേക്ക്. ഏയ് നില, എന്താ ഇവിടെ? നിന്നെ കാണാനേ ഇല്ലല്ലോ. എവിടെ പോയിരുന്നു? എന്റെ പെണ്ണുപിള്ള നാട്ടിൽ പോവാ. അവളെ ബസ് കയറ്റി വിടാൻ വേണ്ടിയാ ഞാൻ വന്നിരിക്കുന്നേ. രാത്രി അങ്ങ് വന്നേക്ക്, വേണ്ടതുപോലെ തന്നേക്കാം. ശരിയല്ലേ? ഇയാൾ എന്തോടെ രൂക്ഷമായിട്ട് നോക്കുന്നേ? ഭർത്താവൊന്നും അല്ലല്ലോ. അത് ശരി, ആ MLAക്ക് നല്ല കമ്പനി കൊടുത്തെന്ന് കേട്ടു. ആരോട് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ബസ്സിന് സമയം, വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇപ്പൊ വരാവടി. ഇയാൾ എന്തിനാ ഈ ടെൻഷൻ ആവുന്നേ? കസ്റ്റമറിന് കുറച്ചൊക്കെ ക്ഷമ വേണ്ടേ? ശരി, എന്റെ പെണ്ണുമ്പിള്ള ചീത്ത വിളിക്കുന്നു. രാത്രി മറക്കാതെ പറഞ്ഞേ. കുറച്ച് എക്സ്ട്രാ പൈസ ഒക്കെ തരാം. ഓക്കെ? എടോ, താനെന്തോടോ ആള് നിൽക്കുന്ന പോലെ അറിയാതെ ഇടിച്ചോണ്ട് പോന്നേ. സൂക്ഷിച്ചു പോടൂ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് കഴിച്ച് എത്ര നാളായി. നില, നിന്റെ കൈ തൊട്ടാലേ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എടോ, പാഴ്സൽ കേട്ടിയോ? ഇതാടാ. എന്നാ ശരി, ഞാനങ്ങോട്ട് പോട്ടെ. പറഞ്ഞ കാര്യം മറക്കല്ലേ. ഒന്ന് മാറി നിൽക്കണോ? എന്റെ അവസ്ഥ നിനക്കറിയാലോ. എന്നോട് ക്ഷമിക്കും. ഇനി നമുക്കിവിടെ വേണ്ട. വേറെ എങ്ങോട്ടെങ്കിലും പോകാം. സമ്മതാണോ? അത് ശരി, ആ MLAക്ക് നല്ല കമ്പനി കൊടുത്തെന്ന് കേട്ടു.